ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-12 ദൈവത്തെ സ്വീകരിക്കുകയും ദൈവനാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കൃപ ലഭിക്കും. ഇതാണ് വചനം. ഈ വചനത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ, ഇപ്പം ദൈവത്തെ അറിയുന്നവർ, ദൈവവചനം ശ്രവിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, കുർബാനയ്ക്ക് പോകുന്നവർ എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, ദൈവത്തെ അറിയുന്നവർ, ദൈവത്തെ സ്വീകരിക്കുന്നവർ, ദൈവവചനം ഉൾക്കൊള്ളുന്നവർക്ക് ദൈവ മക്കളാകാനുള്ള കൃപ ലഭിക്കും. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത്ര വ്യക്തമായി നമുക്ക് തന്നിരിക്കുന്ന ബോധ്യമാണിത്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മുന്നോട്ട് പോകുന്നതല്ല. നമുക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തെ അറിയാനോ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനോ അതിനകത്ത് നിൽക്കുന്ന അന്തസത്ത വിവേചിച്ചറിയുവാനോ അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാനോ അല്ല തയ്യാറാകുന്നത്. മനുഷ്യൻ മാനുഷിക താല്പര്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവിക ആഗ്രഹങ്ങളും ദൈവിക ചിന്തകളും ദൈവ മക്കളാകാനും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഈ കൃപയെ സ്വീകരിക്കുവാൻ തയ്യാറാകാതെ വഴുതിപ്പോകുന്നു. ആ വഴുതിപ്പോകുന്നതിൻ്റെ കാരണം അവനിൽ ഉൾക്കൊള്ളുന്ന സ്വാർത്ഥതകളും അവൻ്റെ ജീവിത പ്രശ്നങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള വ്യഗ്രതകളും ആഗ്രഹങ്ങളും ഇതിനു മുകളിൽ അവനെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവത്തെ അറിയുവാനോ ദൈവവചനം മനസ്സിലാക്കാനോ ദൈവമക്കൾ എന്ന കൃപ ലഭിക്കുവാനോ വേണ്ടി ദൈവത്തെ അറിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിന് കാലതാമസങ്ങൾ വരും. അപ്പോൾ ലോകത്തിൻ്റെ അധികാരിയായ പൈശാചിക ശക്തിയായ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും പെട്ടെന്ന് വ്യഗ്രതയിൽ നിലനിൽക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് നമ്മളെ തള്ളിവിടും. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ദൈവത്തെ മനസ്സിലാക്കി നിലകൊണ്ടുകൊണ്ട് ദൈവമക്കളാകുന്നതിന് വേണ്ട പരിശ്രമത്തിലൂടെ പ്രാർത്ഥിച്ച് നിലനിൽക്കാനുള്ള വഴികളെ അടച്ചുകൊണ്ട് സ്വാർത്ഥതയെ നിലനിർത്തിക്കൊണ്ട് പെട്ടെന്ന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന പദ്ധതിയിലേക്ക് അവനെ തള്ളിവിടുന്ന ഒരു തന്ത്രത്തിലേക്ക് പിശാചി നമ്മളെ നയിക്കും. കാരണം ദൈവത്തെ അറിഞ്ഞ് ദൈവിക പദ്ധതി നിലനിർത്തിക്കൊണ്ട് ദൈവമക്കളാകാൻ ശ്രമിക്കുമ്പോൾ കാലതാമസങ്ങൾ വരും. കാരണം മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന ചില തെറ്റുകളുടെ ശക്തികൾ അവനിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അവൻ ദൈവം എന്താണെന്നും ദൈവിക പ്രവൃത്തി എന്താണെന്നും ഈ തെറ്റിന് അടിമപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനുള്ള ആഗ്രഹങ്ങൾ എന്താണെന്നും വചനത്തിലൂടെ മനസ്സിലാക്കുവാനും ദൈവത്തെ തിരിച്ചറിയാനും ദൈവേഷ്ടവും ദൈവിക സ്നേഹവും എന്താണെന്ന് മനസ്സിലാക്കുവാനും അവൻ ശ്രമിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ചുമ്മാ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒന്നും തരുന്നവനല്ല ദൈവം. കാരണം അതുവരെ നമ്മൾ ജീവിച്ച പല കാലഘട്ടത്തിലെ കുറവുകളുമാണല്ലോ ദൈവത്തെ തിരിച്ചറിയാനോ ദൈവേഷ്ടം മനസ്സിലാക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുറവുകളുടെ മേഖലകളെ ഓരോന്നേ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ റീറൈറ്റ് ചെയ്ത് ചിന്തിച്ച് തിരുത്തി ക്ലിയർ ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പാപമോചനം നേടാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരാണ് നമ്മൾ വിലയിരുത്തി മാറ്റം സ്വീകരിച്ച് കടന്നു വന്നാൽ മാത്രമേ ഈ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന മകനായി തീരാനും വചനം നമുക്ക് ഗ്രഹിക്കാനും വചനം പറയുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങളെ നമുക്ക് സ്വയം തൂക്കി നോക്കാനും ഈ വചനവും ഞാനും എവിടെ നിൽക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ, ഞാൻ എങ്ങനെ ദൈവകൃപ നിറഞ്ഞവനായി ജീവിക്കാൻ കഴിയും, ദൈവ മകനാകാൻ കഴിയും, ദൈവം തരാമെന്ന് പറഞ്ഞ പദ്ധതി സ്വീകരിക്കാൻ കഴിയും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ പദ്ധതി ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെ പതികയായിരിക്കും. അതെന്താണ് പതിയെ കടന്നു വരാൻ കാരണം ലോകവുമായുള്ള നമ്മുടെ ചുറ്റുപാടുകൾ, കൂട്ടുകെട്ടുകൾ, നിലനിൽപ്പുകൾ, ഇങ്ങനെയുള്ള ഓരോ മേഖലകളെയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലതും നമുക്ക് വിട്ടുകളയാനും ഉപേക്ഷിക്കുവാനും ഒക്കെ കാലതാമസങ്ങൾ വരും. ഈ കാലതാമസങ്ങൾ വരുന്നതനുസരിച്ച് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കടന്നു വരുന്നതിന് തടസ്സങ്ങൾ വരും. ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ കടന്നു വരുന്നതിന് വേണ്ട ഏറ്റവും നല്ല വഴി നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ ഉള്ള കുറവുകളെ എടുത്തു മാറ്റാൻ തക്കവണ്ണം ഒരുക്കത്തിലേക്ക് വചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ഉയർത്തപ്പെടണം. അങ്ങനെ വചനത്തിൻ്റെ ശക്തിയാൽ അടിസ്ഥാനം ബിൽഡ് ചെയ്ത് ഉയർത്തപ്പെടണമെങ്കിൽ അതിന് കുറച്ച് കാലതാമസം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും?
വചനാടിസ്ഥാനത്തിൽ പൂർണ്ണതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദൈവേഷ്ടത്തിന് ജീവിക്കുന്ന ഒരു പൈതലായി ദൈവകൃപയ്ക്കനുസരിച്ച് ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ കാലതാമസത്തെ അളന്നു നോക്കും. ഇത് അളന്നു നോക്കുമ്പോൾ എന്ത് പറ്റും? എളുപ്പത്തിൽ എവിടെയെങ്കിലും എന്തേലും കിട്ടുമോ, അതിന് എന്തേലും വഴികളുണ്ടോ എന്ന് കണ്ടെത്തും. അപ്പോഴായിരിക്കും നമ്മൾ എന്തേലും ഒരു പ്രാർത്ഥനയോ എവിടെയെങ്കിലും ഒരു ഉപവാസ യജ്ഞമൊക്കെ കാണുന്നത്. ഉടനെ അതിൻ്റെ പുറകെ പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പോകണ്ട എന്നല്ല പറയുന്നത്. ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് സ്വയമേ നിലനിൽക്കാൻ വേണ്ട കൃപകൾ ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് യോഹന്നാൻ 1:12. അതിൽ ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ പദ്ധതികൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വചനങ്ങൾ, എന്നെക്കുറിച്ചുള്ള നിന്റെ ചിന്താഗതികളിൽ നീ മാറ്റം വരുത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടത് സ്വയമേ ഇവിടെ തരുമെന്ന് ഓരോ ദൈവ പൈതലിനോടും പറഞ്ഞിരിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവനാകും. ദൈവകൃപ നിറഞ്ഞവനാകുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തും ദൈവത്തോട് ചോദിക്കാനും അത് വാങ്ങിക്കാനും അവൻ അർഹതയോടെ അവൻ്റെ കണ്ണീര് ദൈവത്തിൻ്റെ പാദങ്ങളിൽ വീഴ്ത്തിയാൽ അത് ഉത്തരം തരുവാനും റെഡിയായി നിൽക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാൻ മനുഷ്യൻ തയ്യാറാകാമെന്ന് പോകുന്നു. അപ്പൊ തയ്യാറാകണമെങ്കിൽ എന്ത് വേണം? കാലതാമസം വരും, കുറവുകൾ തിരുത്തേണ്ട വരും, നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട വരും, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവനാണെന്ന് വിലയിരുത്തേണ്ട വരും. അപ്പൊ എന്ത് പറ്റും? അതിലേക്ക് നമ്മളെ നയിക്കാതെ ഏതേലും തന്ത്രങ്ങൾ ഭൂമിയിൽ കണ്ടെത്തിക്കൊണ്ട് എളുപ്പ വഴിയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗമാകുന്ന രീതിയിൽ നമ്മളെ ഒരുക്കാൻ ആര് ശ്രമിക്കും? ലോകത്തിന്റെ അധികാരിയായ പിശാച് ശ്രമിക്കും. എപ്പോഴും മനുഷ്യൻ ആ ശ്രമത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണ്? ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണാം. കാരണം പരിഹാരമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പദ്ധതി വിജയിക്കുകയല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ കുറേ വചനം കേട്ടു, കുറച്ച് പഠിച്ചു, കുറച്ച് മാറ്റമൊക്കെ വരുത്തി, ഇത്രയൊക്കെയല്ലേ മനുഷ്യന് പറ്റുള്ളൂ, മുഴുവനായിട്ട് മാറാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ചിന്താഗതി നമ്മളെ കീഴ്പ്പെടുത്തും. ഇങ്ങനത്തെ ചിന്താഗതി കീഴ്പ്പെടുത്താനുള്ള പദ്ധതി അവൻ ഒരുക്കി വിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പൂർണ്ണനല്ലാത്ത ഒരു മനുഷ്യനായിരിക്കും ഇവിടെ നിന്ന് ഇത് ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഓക്കെ ആകാം. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അതിലും വലിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി അവൻ അഭിമുഖീകരിക്കേണ്ട വരും. അങ്ങനെ ഒരു അഭിമുഖീകരണം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അപ്പോൾ തന്നെ അതിന് പരിഹാര മാർഗങ്ങളും ശാശ്വതമായ നിലനിൽപ്പും നമുക്ക് തന്നെ കണ്ടെത്തണമെങ്കിൽ ഈ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ബേസ് ക്ലിയർ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവ പൈതലാകാനുള്ള കൃപയിൽ ജീവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഈ വചനം മനസ്സിലാക്കുമ്പോൾ വിലയിരുത്തേണ്ടത്, ഇങ്ങനെ ഒരു ദൈവ പൈതലായിട്ട് നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. യോഹന്നാൻ 1:12 ഇത്ര വ്യക്തമായി കർത്താവ് പറയുകയാണ്, ദൈവ പൈതലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം കരുതലോടെ നോക്കുന്നവനായി ഭൂമിയിൽ നിലനിൽക്കുന്നവനെ ഏത് പ്രശ്നത്തിന്, ഏത് പ്രതിസന്ധിക്ക്, ഏത് രോഗാവസ്ഥയ്ക്ക് തകർക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ താൽക്കാലിക നിലനിൽപ്പുകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതിനേക്കാൾ ഉപരി ദൈവികമായ എന്നേക്കും വേണ്ട നിലനിൽപ്പിലേക്ക് മാറാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്തെല്ലാം പ്രതിസന്ധികൾ അവനെ കീഴ്പ്പെടുത്തേണ്ടി വന്നാലും ഒരിക്കൽ പോലും അവൻ പരാജയപ്പെടുകയില്ല എന്ന ബോധ്യം നമ്മളെക്കാളും നന്നായിട്ട് ലോകത്തിന്റെ അധികാരിക്ക് അറിയാം. അതുകൊണ്ട് ഒരു മനുഷ്യനെ പൂർണ്ണനായി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലോ ദൈവ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലോ അവനെക്കുറിച്ചുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിലോ ദൈവത്തിന്റെ കൃപയാൽ നയിക്കപ്പെടുന്ന പൈതലാകാൻ അനുവദിക്കില്ലാത്ത മേഖലകൾ ധാരാളം മനുഷ്യ ജീവിതത്തിൽ കടത്തിവിടും. ഇതിനെക്കുറിച്ച് നല്ല തിരിച്ചറിവുണ്ടാകുന്നവന് മാത്രമേ ഈ ലോകത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന വീഴ്ചകളെ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വചനം വായിക്കുന്ന ഒരു മനുഷ്യൻ ഇതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഈ വചനം ശരിയായി ഗ്രഹസ്ഥമാക്കുന്നവൻ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ വേണ്ടി വചനത്തെയും ദൈവത്തെയും ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള കുറവുകൾ എന്താണ് ജീവിതത്തിൽ നിന്ന് കണ്ടെത്തി അത് പൂർണ്ണതയിൽ തിരുത്താനായി ശ്രമിക്കണം. നമ്മൾ അവിടെയും ഇവിടെയും ഓടുന്ന നേരം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ നീ ചോദിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും ഏത് കണ്ണീരിനും ഉത്തരം കിട്ടും. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ മധ്യസ്ഥം വഹിക്കാനായി ദൈവം തന്നിരിക്കുന്ന എല്ലാ പദ്ധതികളും പൂർണ്ണതയിൽ ഉപയോഗിക്കപ്പെടും. അത് പൂർണ്ണമായി ദൈവിക നീതിയിൽ പൂർത്തീകരിക്കുന്നതുമായിരിക്കും.
അപ്പോൾ മനുഷ്യൻ ഈ വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു പദ്ധതി, എന്നെന്നും ഭൂമിയിൽ ദൈവത്തോടു കൂടെ ഏത് പ്രതിസന്ധികളിലും നിലനിൽക്കാൻ പറ്റുന്ന പദ്ധതിയിലേക്കുള്ള ഒരുക്കമാണ്. അതില്ലാതെ അവിടെയും ഇവിടെയും ഓടി ആരേലും എന്തേലുമൊക്കെ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതേലും രീതിയിലുള്ള ഒരു അവസ്ഥകൾ നമുക്കോ ലോകത്തിനോ സംഭവിച്ചാൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോകും, നമ്മളെ ഉപയോഗിക്കുന്നവരും പോകും എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനാടിസ്ഥാനത്തിൽ ജീവിക്കാനായി ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.